Dear students, good morning everybody. സോഷ്യോളജിയിൽ നമ്മൾ രണ്ട് പാർട്ടുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം അധ്യായത്തിലെ മറ്റൊരു ഭാഗം അഥവാ മൂന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ പറയുന്നു. രണ്ടാമത്തെ പാർട്ടിലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ജനസംഖ്യ വളർച്ചയുടെ 3 ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് ജനസംഖ്യ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. നെക്സ്റ്റ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനം. ജനസംഖ്യാ വിസ്ഫോടനം എന്താണ്? അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. മരണനിരക്ക് കുറയുകയും ജനനനിരക്ക് വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാവുന്നത്. അഥവാ ക്രമാതീതമായിട്ട് ജനസംഖ്യ ഉയരുന്ന പ്രക്രിയയാണ് ജനസംഖ്യാ വിസ്ഫോടനം അഥവാ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയും. ആയുരാരോഗ്യ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ മരണനിരക്ക് കുറയ്ക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളൊക്കെ മരണനിരക്ക് കൂടുതലായിരുന്നു. ഇപ്പൊ മരണനിരക്കെല്ലാം കുറവും ജനനനിരക്ക് ക്രമാതീതമായിട്ട് കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത് ജനസംഖ്യാ വിസ്ഫോടനം എന്നാണ്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടത്. രണ്ടാം സ്റ്റേജിലാണ് ഇത് കാണുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് അഥവാ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു പോയി, രണ്ടാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജിൽ ഇത്രത്തോളം അല്ലായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് ഈ പറഞ്ഞത്, ജനസംഖ്യാ വിസ്ഫോടനം. ഇനി മരണനിരക്ക് കുറയുന്നതിനുള്ള കാരണം, മരണം കുറയാണല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ മഹാമാരി ബന്ധപ്പെട്ടിട്ടല്ല പറയുന്നത്, പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒന്ന്, ആധുനിക രീതിയിലുള്ള രോഗനിയന്ത്രണങ്ങൾ. ആധുനിക രീതി, മോഡേൺ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് ശാസ്ത്ര സാങ്കേതിക ആരോഗ്യരംഗമൊക്കെ വലിയ തോതിൽ വികാസം പ്രാപിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ. പൊതുജനാരോഗ്യ ശ്രദ്ധ, പൊതുജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിക്കും വലിയ തോതിൽ ശ്രദ്ധയുണ്ട്. 3, മെച്ചപ്പെട്ട പോഷകാഹാരം, നല്ല ആഹാരം. ഇത് മൂന്നും ഒരു കാലത്ത് മനുഷ്യന്റെ ആവശ്യ അനുസരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മെഡിക്കൽ രംഗം വലിയ തോതിൽ വികസിക്കാത്തത് കൊണ്ടും അതിനനുസരിച്ചുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ ഇല്ലാത്തത് കൊണ്ടും ഒരു കാലഘട്ടത്തിൽ മരണനിരക്ക് കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോഴോ മരണനിരക്ക് വലിയ തോതിൽ കുറയുകയും ജനനനിരക്ക് അതേ തോതിൽ കൂടുകയും ചെയ്തപ്പോൾ ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ്. ആരോഗ്യരംഗം വലിയ തോതിൽ വികാസം പ്രാപിച്ച കാലഘട്ടം. ഇനി ജനനനിരക്ക് വർദ്ധിക്കാനുള്ള കാരണം എന്താണ് നോക്കുക. കുടുംബാസൂത്രണ പദ്ധതിയുടെ പോരായ്മ. ഫാമിലി പ്ലാനിങ് എന്നൊരു പദ്ധതിയൊക്കെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയതാണ്. അവിടെ നാം ഒന്ന് നമുക്ക് രണ്ട്, അല്ലെങ്കിൽ നാം ഒന്ന് നമുക്ക് ഒന്ന് എന്നുള്ള കാഴ്ചപ്പാട് ഒക്കെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിലൊന്നും ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ 2, 3, 4 അല്ലെങ്കിൽ അതിലേറെയൊക്കെ സന്താനങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നപ്പോൾ ജനങ്ങൾ ആ കാര്യത്തിൽ അശ്രദ്ധരാണ്. സോ അങ്ങനെയുള്ള മുഴുവൻ കുടുംബങ്ങളും ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ്ടാവുക, ജനസംഖ്യ വർദ്ധിക്കും. അതിനനുസരിച്ചുള്ള ഒരു ഭൗതിക സ്വത്ത് നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ വരുമ്പോഴാണ് ദാരിദ്ര്യം കടന്നു കൂടുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. പിന്നെയോ മതപരമായ വിശ്വാസങ്ങൾ. ചില മതപരമായ വിശ്വാസങ്ങൾ അനുസരിച്ച് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടും ജനസംഖ്യാ വിസ്ഫോടനത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെയല്ല വിശ്വാസങ്ങളുടെ കാര്യത്തിലുണ്ട്, ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് അതും ഒരു കാരണമാണ്. 3, ശൈശവ ചികിത്സ സൗകര്യങ്ങൾ. ശൈശവത്തിൽ തന്നെ ചികിത്സിക്കുവാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ചികിത്സാ രീതികളൊക്കെ ഉള്ളതുകൊണ്ട് ശൈശവ വിവാഹം എന്നതിലുപരി ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച് കുട്ടികളാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ ക്രമാതീതമായിട്ട് വളരുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നോക്കുക, കോമൺ കോൺസെപ്റ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, പൊതുവായ ആശയങ്ങളും സൂചകങ്ങളും. ഈ ജനന മരണ നിരക്കുകളെ കുറിച്ചൊക്കെ ചില സൂചകങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, ജനന നിരക്ക്, ബർത്ത് റേറ്റ്. എന്താണ് ബർത്ത് റേറ്റ്? ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക കാലയളവിൽ 1000 ദമ്പതിമാർക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതാണ്. 1000 ദമ്പതികൾക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു, അത് ജനന നിരക്ക്.
ഇനി മരണനിരക്കോ ഡെത്ത് റേറ്റ്. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക കാലയളവിൽ 1000 പേരിൽ എത്ര പേർ മരിക്കുന്നു? 1000 കുടുംബത്തിന് അല്ലെ എത്ര ആൾ ജനിക്കുന്നു? ജനനനിരക്ക്. 1000-ൽ എത്ര ആളുകൾ മരിക്കുന്നു? മരണനിരക്ക്. ഇനി വളർച്ചാ നിരക്ക് എന്താ? ഗ്രോത്ത് റേറ്റ്. ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസം അല്ലെ, ജനിക്കുന്നതും മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. 1000-ൽ എത്ര ആൾ ജനിക്കുന്നു, 1000-ൽ എത്ര ആൾ മരിക്കുന്നു, അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആ വ്യത്യാസത്തിൽ ജനനനിരക്ക് കൂടുതലും മരണനിരക്ക് കുറവാണെങ്കിൽ വിസ്ഫോടനം എന്ന് പറയുന്ന പ്രക്രിയ അവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ്. ഇനിയോ ഇത് 0 ആണെങ്കിൽ അതിന് സ്ഥിരത കൈവരിച്ചു, സ്റ്റെബിലൈസ്ഡ് എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ പുനഃസ്ഥാപിത നില, റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയും. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്? റീപ്ലേസ്മെന്റ് ലെവലാണ്. അല്ലെങ്കിലോ ഒന്ന് കൂടുന്നു, മറ്റൊന്ന് കുറയുന്നു. മറ്റൊന്ന് ഫലപുഷ്ടി നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ്. എന്താണ് അത്? 14 വയസ്സ് അല്ലെങ്കിൽ 15 മുതൽ 49 വയസ്സ് വരെ ഓരോ 1000 സ്ത്രീകൾക്കും ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം. 14 to 49 വയസ്സ്. ഒരു കാലഘട്ടത്തിലൊക്കെ 14 വയസ്സിൽ മുതൽ കല്യാണങ്ങൾ നടത്തിയിരുന്നല്ലോ. അതുകൊണ്ടാണ് ആ 14 to 49 വരെ. ആ ഒരു കാലയളവിനുള്ളിൽ ഓരോ സ്ത്രീക്കും അല്ലെങ്കിൽ 1000 സ്ത്രീകളിൽ എത്ര കുട്ടികൾ, 1000 സ്ത്രീകൾ എത്ര വിവാഹിതരാണ്, അല്ലെങ്കിൽ 1000 വിവാഹിതരായ സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു എന്നൊരു കണക്കാണ് എന്ത്? ഫലപുഷ്ടി നിരക്ക്. ഈ ഫലപുഷ്ടി നിരക്ക് എന്ന് പറയാനുള്ള കാരണം അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായം അല്ലെ. അതുകൊണ്ടാണ് അവിടെ ഫലപുഷ്ടി എന്ന് ഉദ്ദേശിച്ചത്. ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അതെന്താണ്? ഒരു സ്ത്രീക്ക് ഉണ്ടായേക്കാവുന്ന ആകെ കുട്ടികളുടെ സാങ്കല്പിക എണ്ണം, ഒരു ആവറേജ് അല്ലെ, ഒരുപക്ഷെ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2 ഒക്കെ നമുക്ക് കണക്കാക്കാം. ഇത് 1000-ൽ കണക്കാക്കുമ്പോൾ ഏകദേശം ആവറേജ് നമ്മൾ ആവറേജ് കാണാറുണ്ടല്ലോ അല്ലെ, ടോട്ടൽ ബൈ എണ്ണം. അതാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇനി ശിശു മരണ നിരക്ക് എന്താണ്? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു വയസ്സിനുള്ളിൽ എത്ര കുട്ടികൾ മരിക്കുന്നു? 1000 കുട്ടികൾ ജനിക്കുക, അതിൽ ഒരു വയസ്സാകുമ്പോഴേക്കും എത്ര കുട്ടികളാണ് അതിൽ മരണപ്പെടുന്നത്? ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്, പഴയ കാലത്ത് അത് കൂടുതലായിരുന്നു. ഇതാണ് ശിശു മരണം. ഇനി മാതൃമരണ നിരക്ക് അല്ലേ, എന്താണ്? 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു? ഒരു കണക്കാണ്. 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ ആ പ്രസവവുമായി ബന്ധപ്പെട്ട് എത്ര അമ്മമാർ മരിക്കുന്നു? മാതൃമരണ നിരക്ക്. ഇനി ആയുർദൈർഘ്യം എന്താണ്? ലൈഫ് എക്സ്പെക്ടൻസി. എല്ലാവർക്കും ഒരേ ലൈഫ് എക്സ്പെക്ടൻസി ആയിരിക്കില്ല. ഓരോ ജില്ലക്കും, ഓരോ സംസ്ഥാനത്തിനും, ഓരോ രാഷ്ട്രത്തിനും ഒക്കെ ഉണ്ടാവും. ചില രാജ്യങ്ങളിൽ ആയുർദൈർഘ്യം കൂടുതലാണ്, ചില സംസ്ഥാനങ്ങൾ. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയുർദൈർഘ്യം കൂടുതലാണ്. നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതിന്റെ കാരണം. ഒരു ശരാശരി മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്ന് കരുതുന്ന വർഷങ്ങളുടെ എണ്ണം അത് 60. ഇപ്പൊ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ 100 വയസ്സുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അല്ലെ. അവരുടെ ആവറേജ് വയസ്സ് 90 ഒക്കെ അല്ലെങ്കിൽ 85, 90 ഒക്കെയാണ്. ഇപ്പോഴോ 55, 60 ആ ലെവലിലേക്ക് നടക്കാറുണ്ട്. ആളുകൾ അത്രയും വയസ്സിന് മുമ്പ് തന്നെ മരിക്കുന്നു. ആരോഗ്യരംഗം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും പഴയ കാലത്തെ ശീലമല്ലല്ലോ, അതും ഒരു കണക്കാണ്. ഇനിയോ ലിംഗാനുപാതം എന്താണ്? സെക്സ് റേഷ്യോ. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ? ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ കൂടുതലാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാർ കൂടുതലാണ്. ചില രാജ്യങ്ങളിലാണെങ്കിലോ പുരുഷന്മാർ വളരെയധികം കൂടുതലായിരിക്കും, സ്ത്രീകൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരു കണക്കാണ്. പിന്നെ പ്രായഘടന എന്താണ്? ഏജ് സ്ട്രക്ചർ ഓഫ് PPN അല്ലേ. എന്താണ്? മൊത്തം ജനസംഖ്യക്ക് ആപേക്ഷികമായി വിവിധ പ്രായ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതം. ഈ വിവിധ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജനങ്ങളുടെ പ്രായഘടന അനുസരിച്ച് 3 ആക്കി തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. 1 to അല്ലെങ്കിൽ 0 to 14, 15 to 59, എബോവ് 60, അങ്ങനെയാണ് പ്രായഘടന തിരിച്ചിട്ടുള്ളത്. 14 വയസ്സ്, 15 to 59, എബോവ് 60, അങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇതിനാണ്. ഇനി മറ്റൊന്ന് ആശ്രിത നിരക്ക് എന്താണ്? ഡിപ്പെൻഡൻസി റേഷ്യോ. 15 വയസ്സിന് താഴെയും 65 വയസ്സിന് മുകളിലുള്ളവരും ജനസംഖ്യയെ 15-64 പ്രായവിഭാഗത്തിൽപ്പെട്ട ഒരു ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന അനുപാതം എന്ന് വെച്ചാൽ ആശ്രിത നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ 15 വയസ്സ് വരെ ഉള്ളവരും
65 വയസ്സിന് മുകളിലുള്ളവരും എന്താണ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് അല്ലെ, ജോലിയൊന്നും ഇല്ലാത്തവര് അല്ലെങ്കിൽ പ്രായം ചെന്നവര്, മറ്റൊരു കുട്ടികൾ. ഇവര് ഇതിന്റെ ഇടയിലുള്ള ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതാണ് ആ പ്രായകരനെ മൂന്നാക്കി തിരിക്കുന്നത് തന്നെ. മനസ്സിലായോ? അത് നമുക്ക് കണക്കാക്കണ്ടേ. അപ്പൊ ഈ ആശ്രിതത്വ നിരക്ക് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? മറ്റുള്ളവര് സ്വയം ജോലിയുള്ളവർ കൂടുതലും കുറവും ആശ്രിതത്വ നിരക്ക് കൂടുതലുമായാൽ അത് ബുദ്ധിമുട്ടാണ് ആ രാജ്യത്തിന്. നേരെ മറിച്ച് ആ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആളുകൾ കൂടുതലുണ്ട്, മറ്റു 15 വരെ 60 മുകളിൽ കുറവാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് കൂടെ അവിടെ വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട ഏരിയ ഇന്ത്യൻ ജനസംഖ്യയുടെ വലുപ്പവും വളർച്ചയും, സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. അത് നമ്മൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാം, ജനസംഖ്യ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണല്ലോ അല്ലേ. അപ്പോ 2011 സെൻസസ് വരാനിരിക്കുന്നുണ്ട്. 2011 കണക്ക് പ്രകാരം 121 കോടി ജനങ്ങളാണ്. ഇപ്പൊ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 130 കോടി ജനങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ മഹാരാഷ്ട്ര ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യൻ ജനസംഖ്യയുടെ വളർച്ച നോക്കി എല്ലായ്പ്പോഴും ഉയർന്ന തോതിലല്ല, എല്ലാ വർഷവും പോലല്ല. ചില വർഷങ്ങൾ കൂടുമ്പോൾ മറ്റു ചില വർഷങ്ങൾ കുറയുന്നു എന്നുള്ളതാണ് അല്ലേ. 1951 ശരാശരി വാർഷിക വളർച്ച 1.33 ആയിരുന്നു. 1.33. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? കാനേഷുമാരി എന്ന് പറയും. 1911, 1921 നെഗറ്റീവ് ഗ്രോത്ത് 0.03 ആണുള്ളതാണ്. അത് പറ്റ പുറത്തുള്ളതാണ്. അതിന് കാരണം പറഞ്ഞത് ആ കാലയളവിൽ ഇന്ത്യയിൽ പകർച്ചവ്യാധികൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് മരണം കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വർഷം വളരെ കുറവായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം വളർച്ചാ നിരക്ക് വർദ്ധിച്ചു. എങ്ങനെയാണ്? 2.2%. 1961, 1981 കാലഘട്ടത്തിൽ 2.2. എന്നാൽ ഇപ്പോഴോ അത് എന്തായിട്ടുണ്ട്? 1.25 ആയിട്ടുണ്ട്. മനസ്സിലായോ? ഏകദേശം അതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ ജനങ്ങൾ ബോധവാനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനെ തുടർന്ന് 1921 മരണനിരക്ക് കുറഞ്ഞു. മരണം ഇങ്ങനെ കുറഞ്ഞു. അപ്പോഴോ ജനസംഖ്യ കൂടുതലല്ലേ? അതുകൊണ്ടാണ് നമ്മളിപ്പോ 130 കോടിയിലേക്ക് എത്തി നിൽക്കുന്നത്. 1994 പ്ലേഗ്, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ 2006 വന്നപ്പോ എന്തായി? വളർച്ചാ നിരക്ക് കുറച്ചു, അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് വേണം പറയാം. ആ കാലഘട്ടത്തില് പ്ലേഗ് പോലുള്ള അല്ലെ പിന്നെ ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങളൊക്കെ വന്നപ്പോ എന്തായി? വളർച്ചാ നിരക്കിൽ അപ്പോഴും മാറ്റം ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടുന്ന ആ കാര്യങ്ങൾ മാത്രം. ഓക്കെ, പക്ഷെ ഇതിൽ വൺവേർഡുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓരോ കാലഘട്ടത്തിലെ വളർച്ചാ നിരക്ക് ചിലപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ഭാഗം കൂടെ പറയാം. ഡെമോഗ്രാഫി ഡിവൈഡഡ് ഇൻ ഇന്ത്യ. യുവാക്കളുടെ എണ്ണം കൂടുന്ന പ്രതിഭാസമാണ്. ആ 14-59 യുവാക്കൾ കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ യുവാക്കളായിട്ടുണ്ടാവുന്നതല്ല, പക്ഷെ യുവാക്കൾ എന്തുണ്ട്? ആ ഗണത്തിൽ കൂടുതലുണ്ട്. മറ്റു രണ്ടിനെ അപേക്ഷിച്ച് യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ കൂടുതലാണ്. ഇന്ത്യയിൽ ശരാശരി പ്രായം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. മറ്റു രാജ്യങ്ങൾ കൂടുതലാണെങ്കിൽ ഇന്ത്യയിൽ കുറവാണ് എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് അല്ലെ. ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ മറ്റത് പ്രായം കൂടിയ ആളുകൾ ആണ് ഉണ്ടാവുക. ഇന്ത്യയിലോ ഈ 49 അല്ലെങ്കിൽ 45 താഴെ വരുന്നത് കൂടുതലായതുകൊണ്ട് അത് നേട്ടം. എങ്ങനെയാണ് നേട്ടമാവുന്നത്? അധ്വാന ശേഷി ആ പ്രായത്തിലുള്ളവർക്ക് കൂടും. സോ വിഭവ സമ്പത്ത് കൂടും. അതുകൊണ്ടാണ് നേട്ടമാണ് എന്ന് പറയുന്ന കാരണം. ഇവിടെ ആശ്രിതർ കുറവും ജോലി ചെയ്യാൻ കെൽപ്പുള്ളവർ കൂടുതലുമാണ്. അതാണ് നേട്ടം എന്ന് പറയാൻ കാരണം അല്ലേ. നമുക്ക് ആശ്രയിക്കാം, നല്ലൊരു ശതമാനം ആളുകളെ ആശ്രയിക്കാം. കാരണം അവർക്ക് എന്തുണ്ട്? ജോലിയുണ്ട്, കൂലിയുണ്ട്, തൊഴിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം ആളുകൾ ഒരു രാജ്യത്ത് കൂടി വന്നാൽ അവിടെ സാമ്പത്തിക ഭദ്രത നമുക്ക് ഉറപ്പിക്കാൻ കഴിയും.
രാജ്യത്തിന് വലിയ പുരോഗതി കൈവരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ കാലഘട്ടം. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ രാജ്യത്ത് കൂടുതൽ ഉണ്ടാവുമ്പോൾ ആ രാജ്യത്ത് ഉണ്ടാക്കാം പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ന് പറഞ്ഞ അത്രയും ഭാഗങ്ങള് വളരെ പ്രധാനപ്പെട്ട 2-3 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നീട് പറഞ്ഞ ഇപ്പൊ അവസാനം പറഞ്ഞു എന്താണ് സ്ട്രക്ചർ, ഏജ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. ആ 2 ഭാഗം നമ്മൾ കാര്യമായിട്ട് ഒന്ന് മനസ്സിലാക്കണം. മറ്റു ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് ഡിക്ലൈൻ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് പറയാം. ഇപ്പൊ ഇത്രയും ഭാഗം മനസ്സിലാക്കുക. ഡൗട്ട്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യും. ഓക്കെ.